ഹായ് നമസ്കാരം. ഞങ്ങളിന്ന് നിൽക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആനക്കോട്ട പുന്നത്തൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവങ്ങൾക്കെല്ലാം എഴുന്നള്ളിക്കുന്ന ആനകളെ കിട്ടുന്ന സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലോട്ടൊന്ന് പോകാം. ഓക്കെ. ഞങ്ങളുടെ ഈ പുറകിൽ കാണുന്നത് തലപ്പള്ളി രാജവംശത്തിലെ കൊട്ടാരമാണ്. പണ്ട് ഇവിടെ ഒരു കൊട്ടാരമായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ആനക്കൊട്ടാരത്തിലോട്ടുള്ള പ്രവേശ കവാടം. ആലുണ്ട്, വലിയ മരങ്ങളൊക്കെ ഉണ്ട്. ആലും ചോടുകളാണ് ഇവിടെ. യോ, ഇവിടെ കുളമുണ്ട് കേട്ടോ, വലിയൊരു കുളമുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. വിശാലമായ സ്ഥലമാണ്. ഇതായിരുന്നു കൊട്ടാരം പണ്ടത്തെ. ഈ കാണുന്നതാണ് കുളം. വിശാലമായ കുളമാണിത്. കണ്ടോ, മത്സ്യങ്ങൾ ഇഷ്ടംപോലെ. നമ്മൾ ചെന്നപ്പോൾ മത്സ്യങ്ങൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട് ഇവിടെ കേട്ടോ. എന്തിനെങ്കിലും കുറച്ച് അല്പം ഭക്ഷണം കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരെല്ലാം വന്ന് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പറ്റുമെങ്കിൽ ഞങ്ങൾ മേടിച്ച് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ആനകളെ കണ്ടുകൊണ്ട് പോവുകയാണ്. ഇത് ഒന്നാമത്തെ ആന. നല്ല ആരെയും മൈൻഡ് ചെയ്യാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. ആനക്കൊട്ടാരത്തെ ദൃശ്യങ്ങൾ അതിമനോഹരമാണ്. കാരണം ഒരു വനാന്തരീക്ഷം പോലെയുള്ള ഒരു കാലത്ത് പട്ട കൊണ്ടുവരുന്ന വണ്ടിയാണ്. പിള്ളേർക്ക്. അപ്പോൾ ഇവിടെയാണ് അടുത്ത ആനയെ കെട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ എല്ലാത്തിനും റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകരുത്, ആഴെടുത്ത്. എല്ലാവരും ഭക്ഷണത്തിന് സമയമാണ് ഇപ്പോൾ. ഇത് പിടിയാനയാണ്. അദ്ദേഹം ഭക്ഷിക്കുകയാണ്. അവൾ ഉണ്ട് അടിച്ച് നല്ല ഭക്ഷണം. അത് ഒരു സ്റ്റൈലാണ് കേട്ടോ കാണാൻ, അല്ലേ? എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഭക്ഷിക്കുന്നത്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മൾ. ഇവിടെ ഏകദേശം 34 ആനകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് അന്വേഷിപ്പിൻ കണ്ടെത്തുന്നല്ലോ പറഞ്ഞത്, അല്ലേ? വനത്തിന് തുല്യമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ആനകളെയൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ഫീലിങ്സ് വരുത്തില്ലാന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത സ്ഥലത്തേക്കാണ്. കുട്ടാ, ഹലോ, എന്താ പേര്? എടാ ടി വി കാണിക്കാണോ നിന്നെ? പറ, എന്താ പേര്? നീ നേരെ ഒന്ന് നിൽക്കവിടെ. നീ ഞാനിപ്പോൾ മറ്റുള്ള ആനകൾ കെട്ടിയ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോഴാണ് ഒരു വിദ്വാൻ വരുന്നത് കണ്ട്. ഹലോ കുട്ടാ, എന്താ പേര്? ശ്രീദേവി. എവിടെ പോയതാ? പേര് പറഞ്ഞ ശ്രീദേവ് അല്ലേ? എന്താ ശ്രീദേവി, എന്തിനാ ഇവിടെ വന്നേ? എന്തിനാ വന്നേ മോൻ? ആനേനെ കണ്ടോ? എന്താ ആനെ കണ്ട് എങ്ങനെയുണ്ട്? നല്ലതാണോ ആന? എത്ര ആനയുണ്ട് പറയൂ? എത്ര ആനയുണ്ട്? മറന്നുപോയി അല്ലേ? പഠിക്കണ്ടോ മോൻ? എത്രല്ല? എങ്ങനെ നോക്ക്, എന്നെ അങ്കിളിനെ നോക്ക്. എത്ര പഠിക്കണേ? ആണോ? ഇതാരത്? ഇതാരാ? മറന്നുപോയി അല്ലേ? ഓക്കേ. അപ്പോൾ അടുത്ത ഇവിടെ കുറേ നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ ശാന്തനായിട്ട് നിന്നാണ് ഇദ്ദേഹം ഭക്ഷിക്കുന്നത്. ആട്ടമുണ്ട് കേട്ടോ, ശാന്തനല്ല. ഞാൻ ആടി ആട്ടമേ ഉണ്ടല്ലേ, അത് വീക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹം നിൽക്കുകയാണ്. ആനയുടെ ചങ്ങലയുണ്ട്, പക്ഷെ ഇത് 2 ചങ്ങലയുണ്ട്. അപ്പോൾ ഇത് ലേഡിയാട്ടോ, ഡാൻസ് കളിക്കാൻ തോന്നുന്നു. ഓക്കെ, ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ കേട്ടോ.
ഈ ഇവിടെ അതിമനോഹരമായൊരു കാഴ്ച കാണുന്നത് ആനയെ കുളിപ്പിക്കുകയാണ് കേട്ടോ അവർ. എത്ര ഭംഗിയോട് എത്ര സന്തോഷത്തോടു കൂടിയാണ് ഈ ആന കുളിക്കുന്നത് ഉണ്ടല്ലേ. ആനയെ ഉരച്ചൊരച്ച് കഴുകി വൃത്തിയാക്കി കുളിപ്പിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഇത്ര നിശബ്ദനായി കിടക്കുന്നത് കണ്ടോ, നോക്കിയേ എത്ര കാലൊക്കെ കണ്ടില്ലേ നല്ല ഉരച്ച് ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് കഴുകുന്നുണ്ടോ. സന്തോഷം. അടുത്ത ആള് ഇവിടെ ഉണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലാണ് വേണ്ടല്ലേ തൂത്തി തുടഞ്ഞ് തടച്ച് ഉറുമ്പ് പോലും തട്ടിക്കളഞ്ഞാണ് തിന്നുന്നത്. നിങ്ങൾ വിചാരിക്കും വെറുതെ പന വെട്ടിക്കൊടുത്ത് അങ്ങ് തിന്നുന്നു. കണ്ടോ അടിക്കുന്ന അടി കണ്ട. അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലാണ് ആന കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അടുത്ത ആനേനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഉരച്ച് കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കാലൊക്കെ എത്ര മനോഹരമായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അല്ലേ. വളരെ ശ്രദ്ധയോടുകൂടി നോക്കി. ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആന കുരുമുളക് തിന്നുമോ? അല്ല കുരുമുളകിൻ്റെ അല്ല, ഞാൻ എൻ്റെ പറമ്പിൽ ഇഷ്ടംപോലെ ആന വരുന്നുണ്ട്. കൊമ്പനാനെ ഒരു രക്ഷയില്ല. മുരിങ്ങാല തിന്നോ? മുരിങ്ങാല തിന്നുമല്ലേ. അപ്പോൾ ഈ രണ്ട് കൃഷിയാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം വേറെ വാഴയെല്ലാം വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ കൊമ്പനാണ് വരുന്നത്. കൊമ്പൻ കുതിരാൻ്റെ അവിടെ കേട്ടോ, കുതിരാൻ. അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണേ. സോ താങ്ക് യു. അടുത്ത ആൾ ഇവിടെ ഉണ്ട് കേട്ടോ. തീറ്റയിലാണ്, പനയിലെ തീറ്റയിലാണ്. ഭക്ഷണത്തിലാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തയാളോട് പോകാം നമുക്ക്. ഇദ്ദേഹം ഭക്ഷണത്തിലാണ്, കണ്ടില്ലേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുളിയാണ് കേട്ടോ. എന്താണ് നല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ഇങ്ങനെ കിടന്നു കൊടുക്കത്തില്ല അല്ലേ. പാപ്പി നോക്കിയാ നോക്കി അല്ലേ. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ പ്രാവുകളൊക്കെ ഒരു കുടത്തിൽ ഭക്ഷിച്ചിട്ട് എന്തോ ഭക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട് അല്ലേ. അടുത്ത ഗജവീരന്മാരൊരു നിര തന്നെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ അല്ലല്ലേ. ഒന്ന് ആളുകൾ കാണാൻ വേണ്ടി ലൈനായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരാൾ അവിടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല. ഇദ്ദേഹം ഒരു സായിപ്പാന്ന് തോന്നുന്നു.
അടുത്തയാൾ ദൂരെ ദൂരെ. ആന തൂത്ത് തുടച്ച് വാരി തിന്ന് കഴിക്കത്തുള്ളൂ. കണ്ടില്ലേ, ചുമ്മാ അടിച്ച് ഇതെല്ലാം സലാം തരുന്നുണ്ടോ. നോക്ക്, ഉണ്ടോ, അടിക്കുന്നതാണ്ടോ. വൃത്തിയാക്കിയ ശേഷം കഴിക്കുള്ളൂ, മനസ്സിലായില്ലേ. ഉണ്ടോ, അവിടെയും ആനകളെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ എല്ലാ ആനകളെയും കാണിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇതാണല്ലേ, അവിടെയുണ്ട്, ആ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല, നോ എൻട്രി ബോർഡുണ്ട് കേട്ടോ. ഇതുണ്ടോ. അപ്പോൾ ആര് വന്നാലും ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കരുത്. ഈ ബോർഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ഇവരെല്ലാം ഇച്ചിരി പെശകന്മാരായവരാണ്, ഇച്ചിരി ചട്ടമ്പിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് പ്രവേശനമില്ലാത്തത് കേട്ടോ. അപ്പോൾ ഈ യൂട്യൂബ് കാണുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഗുരുവായൂർ ആനത്തട്ടത്തിൽ വരുമ്പോൾ അങ്ങോട്ട് വരരുത്, കയറരുത്, പോകരുത്. സെക്യൂരിറ്റികളെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഡിസിപ്ലിൻ പാലിക്കണം കേട്ടോ. ഓക്കെ. ഇവിടെ ആനകളെ മാറ്റി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവർ കുറച്ച് കുസൃതികളാണ്. മതപ്പാട് വരുമ്പോൾ ആനകളെ സ്ഥലം മാറ്റി കെട്ടും. അതിലുള്ള കുറേ ആനകളാണ് ഇവിടെ കേട്ടോ. ഈ കാണുന്നതുണ്ടോ, കണ്ണിൻ്റെ സൈഡിലായിട്ടൊരു പാട് കാണുന്നതുണ്ടോ. ഇതാണ് മതപ്പാടുള്ള ആനകളുടെ ലക്ഷണം. ഏകദേശം 3 മാസത്തോളം ഇവരെ ഇങ്ങനെ മാറ്റിക്കെട്ടും. നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് ആയിരിക്കും ഇവരുടെ താമസം. ഓക്കെ, അങ്ങനെ കുറച്ചുകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് എൻട്രി ഇല്ല. ആരെങ്കിലും വരികയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് പോവുകയോ ആനകളുടെ അടുത്ത് പോവുകയോ ചെയ്യരുത്. ഓക്കെ.